ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ പാവശാസ്ത്രം ടാസ്കിന്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അക്ബർ ഖാനും അനുമോളും നെവിനും ഒക്കെ തമ്മിൽ ഒരുപാട് ഫൈറ്റ് ഈ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അക്ബർ ഒരുപാട് സങ്കടപ്പെട്ടുകൊണ്ട് അവിടെ ഊഞ്ഞാലിലേക്ക് ഇരിക്കണം നമ്മൾ ഈ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് കണ്ടതാണ്, പാവമോഷണം പോയിട്ട്. അപ്പോൾ ഈ ഒരു ടാസ്കിൽ ഒന്നും പെടാതെ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നിന്നൊരു കണ്ടസ്റ്റന്റ് ഉണ്ട്, മറ്റാരുമല്ല നമ്മുടെ ഷാനവാസ്. ഈ പറയുന്ന എനിക്ക് തോന്നുന്നു പുള്ളിക്കാരന് വയ്യാഞ്ഞിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി കുറച്ചുകൂടി ഇൻവോൾവ് ആയിട്ട് ചെയ്യേണ്ട ഒരു ടാസ്ക് ആണ്. പാവയൊക്കെ പിടിക്കുന്ന സമയത്ത് വീഴാനും പിടിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് സാധ്യതയൊക്കെ ഉള്ളൊരു ടാസ്ക് ആണ്. അതുകൊണ്ട് ഫിസിക്കലി പുള്ളിക്കാരന് ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ഈ പുള്ളിക്കാരൻ അതിനകത്ത് ഇടപെടാത്തതായിരിക്കും. പക്ഷേ ഫിസിക്കലി ഇടപെടാത്തതാണെങ്കിലും ഷാനവാസ് അറിഞ്ഞുകൊണ്ട് ഇടപെടാത്തതാണെങ്കിലും അത് ഉപകാരപ്പെട്ടു. കാരണം ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ അത്യാവശ്യം ഈ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് ഭയങ്കര എഫേർട്ട് ഇട്ട് ഈ ഒരു ടാസ്ക് ചെയ്ത എല്ലാ കണ്ടസ്റ്റൻസിനും അത്യാവശ്യം അടി കിട്ടിയിട്ടുണ്ട്. അവരെല്ലാവരും വീണ് അവരുടെ ഓരോ ശരീരഭാഗങ്ങൾക്കും കൃത്യമായിട്ട് വേദനയൊക്കെ അനുഭവപ്പെട്ട രീതിയിലൊക്കെ പലരും അവിടെ നിൽക്കുന്നത് കണ്ടു. ഷാനവാസ് കൃത്യമായിട്ട് ഈ ഒരു ടാസ്ക് അറ്റൻഡ് ചെയ്യാതിരുന്നത് പുള്ളിക്കാരന് ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം. ഈ ഒരു ടാസ്ക് ഇപ്പോൾ അറ്റൻഡ് ചെയ്യാതെ വിട്ടതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് അവിടെ ഉണ്ടായ പല പ്രശ്നങ്ങളിലും ഷാനവാസ് ഇൻവോൾവ് ആവേണ്ട ഒരു സാഹചര്യം വന്നില്ല. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഷാനവാസ് അനാവശ്യമായിട്ട് പോയി ഇൻവോൾവ് ആവുന്നു, ഷാനവാസിന് വേണ്ടാത്ത കാര്യങ്ങൾ പോലും എടുത്ത് ചാടി ഭയങ്കരമായിട്ട് ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ പലരും ഷാനവാസിനെ പറ്റി പല സമയങ്ങളിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഈ ഒരു പാവശാസ്ത്രം ടാസ്കിന്റെ ഭാഗമായിട്ട് അടി, ബഹളം, മോഷണം ഇങ്ങനെയുള്ള പല പരിപാടികൾ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിട്ടും ഷാനവാസ് ഇതിനകത്തൊന്നും ഇടപെടാതെ അധികം ഇൻവോൾവ് ആകാതെ മാറി മാറി നിന്നു. ഇനിയിപ്പോൾ ലാലേട്ടൻ വന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ടാസ്കിൽ പങ്കെടുക്കാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ട് പങ്കെടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ചീത്ത കേൾക്കും. അതിനപ്പുറം ഒന്നും കിട്ടാനായിട്ട് പോകുന്നില്ല. ഈ ഒരു ടാസ്കിൽ ഇപ്പോൾ ഷാനവാസ് ഇൻവോൾവ് ആയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഈ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഫിസിക്കലി വരുന്ന ഗെയിമുകൾക്ക് മറ്റുള്ള കണ്ടസ്റ്റൻസിന് അടി പറ്റിയത് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന വാക്ക് തർക്കങ്ങളിൽ പണ്ടത്തെ പോലെ കയറി ഇടപെട്ടുകൊണ്ട് വേണ്ടാത്ത വള്ളി മേടിച്ച് വെച്ചിട്ട് ലാലേട്ടൻ്റെ വായന്ന് അടുത്ത വീക്കെൻഡിലും കിട്ടാഞ്ഞത് ഏറ്റവും മികച്ച തീരുമാനമായിരുന്നു. ഷാനവാസിന്റെ മനസ്സിലും അങ്ങനെയൊക്കെ ആയി ഗെയിം. കാര്യം മറ്റൊന്നുമല്ല, മറ്റുള്ള ഗെയിമേഴ്സിനെ പോലെ ഒന്നുമല്ല. ഷാനവാസിന് ആ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7 ടൈറ്റിൽ വിന്നർ ആകണം, കപ്പ് എടുക്കണം, കപ്പ് ഉയർത്തണം, അങ്ങനെയൊന്നും പുള്ളിക്കാരൻ്റെ മനസ്സിലില്ല. പുള്ളിക്കാരൻ എത്ര നാൾ ജനങ്ങൾ വോട്ട് ചെയ്ത് ബിഗ് ബോസ് ഹൗസിൽ നിർത്തുന്നോ അത്രയും നാൾ മതി. ഇന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞാലും ഒരുപാട് സന്തോഷത്തോടു കൂടി ഓക്കെ പറഞ്ഞ് ഷാനവാസ് ഇറങ്ങിപ്പോവും. അല്ലാതെ ബിഗ് ബോസ് ഹൗസിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ പോലെ ടൈറ്റിൽ വിന്നർ ആകണം, കപ്പടിക്കണം, ഇത്രയും താരമൂല്യം വേണം, ഇത്രയും ജനങ്ങൾ എന്നെ സ്നേഹിക്കണം എന്നുള്ള രീതിയിലൊന്നും ഷാനവാസിന് വലിയ കാര്യമൊന്നും മൈൻഡിലില്ല. പുള്ളിക്കാരൻ എത്ര നാളവിടെ നിൽക്കാൻ പറ്റുമോ അത്രയും നാളൊന്ന് നിൽക്കണം, ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകണം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഷാനവാസ് കളിക്കുന്ന ഗെയിം അത്തരത്തിൽ തന്നെ ആയിരിക്കും. ചില സമയങ്ങളിൽ അത് കാണാൻ കുറച്ച് നമുക്ക് രസവും തോന്നും, ചില സമയങ്ങളിൽ ദേഷ്യവും തോന്നും. എന്താ പറയുക. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബിഗ് ബോസ് മലയാളം സീസൺ 7 മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്